സ്നേഹം നിറഞ്ഞവരെ, സഭയിലെ ആരാധനാക്രമത്തിലെ അനുഗ്രഹപ്രദമായ ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ കാലഘട്ടം പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും പുണ്യദിനങ്ങളിലൂടെയാണ് നമ്മളെ കൊണ്ടുപോവുക. വേനൽക്കാലത്ത് ശരീരം തണുപ്പിക്കുവാനായി അധികമായി വെള്ളം കുടിക്കുന്നത് പോലെ ഇതിനെ കരുതരുത്. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ചില പുണ്യപ്രവർത്തികൾ കുറച്ചുകൂടെ ആഴമായി നിരന്തരമായി ചെയ്യുവാനായിട്ട് ഈ ദിനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വിശുദ്ധ വാരത്തിൽ എങ്ങനെ വ്യത്യസ്തരാകാം എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന എൻ്റെ ചിന്ത. പ്രധാനമായും 10 കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുക. ഒന്നാമതായിട്ട്, നമ്മുടെ ഹൃദയത്തെ യേശുവിൻ്റെ ഹൃദയം പോലെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ദിലിസിത് നോസ്, അവൻ നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിലൂടെ സഭയിലെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരോടും തിരുഹൃദയ ഭക്തിയിൽ ആഴപ്പെടുവാൻ ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെടുന്നുണ്ട്. ക്രിസ്തുവിന് നമ്മോടുള്ള ആഴമായ സ്നേഹവും അവൻ കാണിച്ചു തരുന്ന ശുശ്രൂഷയുടെ മാതൃകയും യേശുവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും നമ്മെ ക്ഷണിക്കുന്നു. തപസ്സു കാലഘട്ടത്തിൽ ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ ഹൃദയം തുറന്ന് സ്നേഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ. രണ്ടാമതായി, പ്രാർത്ഥനയിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ വ്യാപൃതരാകാം. 2025 ജൂബിലി വർഷത്തിന് ഒരുക്കമായി കഴിഞ്ഞ ഒരു വർഷം, അതായത് 2024 മുഴുവൻ ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥനയുടെ വർഷമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് സഹായമായി ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്ന പുസ്തകം ഇന്ന് ലഭ്യമാണ്. 2020 മെയ് 6 മുതൽ 2021 ജൂൺ വരെ ഫ്രാൻസിസ് പാപ്പ നൽകിയ മതബോധന പരമ്പരയിൽ പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: സൃഷ്ടാവുമായുള്ള ആഴമേറിയ സംവാദമാണ് പ്രാർത്ഥന. അത് മനുഷ്യ ഹൃദയത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിൻ്റെ കരുണാർത്ഥ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നു. പ്രാർത്ഥന എന്നാൽ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തോടുള്ള സ്നേഹ സംഭാഷണമാണ്. ഈ തപസ്സു കാലഘട്ടത്തിൽ, ഈ വിശുദ്ധ വാരത്തിൽ ദൈവത്തെ ശ്രവിക്കുവാനായി പ്രത്യേകം നമുക്ക് ശ്രമിക്കാം. മൂന്നാമതായി, ത്യാഗപൂർണമായ ഉപവാസത്തിന് തയ്യാറാകേണ്ട പുണ്യദിനങ്ങളാണ് ഈ വിശുദ്ധ വാരം. തപസ്സു കാലഘട്ടത്തിൽ ഉപവാസത്തിനായി നമ്മെ സഭ ക്ഷണിക്കുന്നുണ്ട്. ഉപവാസം എന്നാൽ കേവലം ഭക്ഷണപദാർത്ഥങ്ങളുടെ വർജനം മാത്രമല്ല. എനിക്കിഷ്ടമില്ലാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ഒരു ഭക്ഷണം അത് വേണ്ട എന്ന് വയ്ക്കുന്നത് അത് ഡയറ്റാണ്. എന്നാൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി എന്നെ തന്നെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ ബോധപൂർവം ഒഴിവാക്കുന്നതാണ് ഉപവാസം. ഉപവാസം എന്നാൽ ഒപ്പം വസിക്കുവാനുള്ള ക്ഷണമാണ്. നാലാമതായി, ദാനധർമ്മത്തിൽ കൂടുതൽ തീക്ഷ്ണത പുലർത്തേണ്ട പുണ്യദിനങ്ങളാണ് പ്രത്യേകിച്ച് ഈ വിശുദ്ധ വാരം എന്ന് പറയുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ഉപവാസ കാണിക്ക അത് കഴിഞ്ഞ ഏതാണ്ട് 40ഓളം ദിനങ്ങളായി നാം തുടർന്നു വരുന്ന ഉപവാസത്തിന് നാം മാറ്റിവച്ചിരിക്കുന്ന തുക അതെൻ്റെ തന്നെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കുന്നതാകരുത്. നമ്മളെ വേണ്ടപ്പെട്ടവർക്ക്, പാവപ്പെട്ടവർക്ക് സഹായമായി മാറുവാനായിട്ട് ഈ തുക നമുക്ക് ഉപയോഗിക്കണം. അഞ്ചാമതായി, പാവങ്ങളെ സഹായിക്കുക. ഞാൻ പറഞ്ഞു, ഉപവാസ കാണിക്ക എന്നത് എൻ്റെ തന്നെ സൗകര്യത്തിന് ഉപയോഗിക്കേണ്ട ഒന്നല്ല. ഈ ഇടയ്ക്ക് വായിക്കുവാനിടയായ ഒരു കവിത ഇപ്രകാരമാണ്: ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന് ഇത്തിരി കഞ്ഞി ചോദിച്ചവനെ, ഒരു ഉടുമുണ്ട് ചോദിച്ചവനെ ആട്ടി ഓട്ടിച്ചേ ഞാൻ. ഇന്ന് ഒരു അനാഥ പിണമായി എൻ്റെ പടിക്കൽ അവൻ കിടക്കുമ്പോൾ ഒന്നറിഞ്ഞേ ഞാൻ, എൻ്റെ ഉള്ളിലെ ദൈവം മരിച്ചുപോയി. സ്നേഹം നിറഞ്ഞവരെ, പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ ഒപ്പമുള്ളവർക്ക്, ആവശ്യക്കാരന് സഹായമായി മാറാത്തപ്പോഴൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആറാമതായി, സുവിശേഷം പ്രഘോഷിക്കുന്നവരാകുവാൻ ഈ വിശുദ്ധ വാരത്തിൽ നമുക്ക് കഴിയണം. എല്ലായ്പ്പോഴും സുവിശേഷം പ്രഘോഷിക്കുക, ആവശ്യമെങ്കിൽ മാത്രം സംസാരിക്കുക എന്ന അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം. ഏഴാമതായി, അലസതയുടെ അടിമത്വത്തിൽ നിന്നും മോചിതരാകണം. നമ്മളിൽ കുടികൊള്ളുന്ന തിന്മയുടെ കുടിലതകൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു.
എട്ടാമതായി, സ്വയം വേദന നൽകുന്ന വേദനകൾ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. ആദിമ ക്രൈസ്തവർക്കിടയിൽ, പ്രത്യേകിച്ച് സന്യാസ ഭവനങ്ങളിൽ സെൽഫ് മോർട്ടിഫിക്കേഷൻ എന്നൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ പാപ്പ തൻ്റെ പഠനങ്ങളിലൂടെ, തിയോളജി ഓഫ് ബോഡിയിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് റെസ്പെക്റ്റ്ഫുള്ളായിട്ട്, ബഹുമാനത്തോടെ കാണേണ്ടത് എന്നത് പറയുന്നുണ്ട്. എന്നാൽ ഈ തപസ് കാലഘട്ടത്തിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുവാനായിട്ട് നമുക്ക് ബോധപൂർവം ചില ശ്രമങ്ങൾ നടത്താം. ഒൻപതാമതായി, നിസ്സംഗത ഉള്ളവരായിരിക്കുവാൻ പാടില്ല എന്നതാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പാപം എന്നത് നിസ്സംഗതയാണ്. എന്നെ അഫക്റ്റ് ചെയ്യാത്തിടത്തോളം കാലം എൻ്റെ ചുറ്റും നടക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ എന്നെ അസ്വസ്ഥനാക്കുന്നില്ല എന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പാപം. പത്താമതായി, കൂദാശകളിൽ പങ്കെടുക്കുക. ഈ വിശുദ്ധവാരത്തിലുടനീളം ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിൽ ഭയഭക്തിപൂർവ്വം പങ്കുചേരുവാൻ, പരിപൂർണമായ സമർപ്പണത്തോടുകൂടെ പങ്കുചേരുവാൻ നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ 10 നന്മകളിലൂടെ, ഈ 10 പുണ്യങ്ങളിലൂടെ വിശുദ്ധവാരത്തിൽ വ്യത്യസ്തരായി ജീവിക്കുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും വിശുദ്ധമായ, ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു കാലഘട്ടം സ്നേഹപൂർവ്വം നേരുകയാണ്.